അല്ല ഇത് വൈഡാട്ടോ, യൂട്യൂബാണ്. ഇങ്ങനെ വന്നാ യൂട്യൂബാണ്. You know just what you do to me. Play my emotions like a pair of puppets. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷമീല ഫാസിൽ വ്ളോഗ്സ്. അവിടെ ലിയാമ് നടന്ന് കളിക്കുക കണ്ടില്ലേ? പേടിയാണ്. ഇപ്പൊ ഒന്ന് വീണിട്ടേ ഉള്ളൂ. കണ്ടാ ഇവരാരൊക്കെയാന്നൊക്കെ വല്ലതും മനസ്സിലായോ? നമ്മളെ കുറച്ച് മുമ്പത്തെ ഒരു കല്യാണ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മ ഉണ്ടോ? അതിലെ രണ്ട് വ്യക്തികളാണിത്. ഇത് ഷാദിയ, ഇത് അഷ്മിൽ. അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നതേ നേരെ ഊട്ടിയിലോട്ടാണ്. അതാ ലിയാമിന്റെ ഒരു വീഴ്ചയും കൂടി, ലിയാമിന്റെ അടുത്ത വീഴ്ചയും കൂടി. എന്താ ചെറുതെ വീണിട്ട് അപ്പൊ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടില്. എന്തായാലും അവർക്കൊരു എക്സ്പീരിയൻസ് ആവട്ടെ. കുട്ടികളാവുമ്പോ കുട്ടികളെ നോക്കി പഠിക്കട്ടെ അവര്. അപ്പൊ ഞങ്ങളിപ്പോ പോകാൻ പോകുന്നതേ ഊട്ടിയിലോട്ടാണ്. അപ്പൊ ഷെമിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താ അശ്മില? നമ്മളിപ്പോ ഹട്ടി ദേവാലയം അല്ലേ? ആ, ഹട്ടി ദേവാലയം എന്നുള്ള സ്ഥലമാണ്. അടിപൊളി സ്ഥലമാട്ടാ. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കപ്പിൾസിന്റെ 1-2 ഫോട്ടോസ് എടുത്ത് നമ്മളതാ കൂടുതൽ എടുത്തിട്ടുള്ളത്. നമ്മള് ഓൾഡ് വിന്റേജ് കപ്പിൾസ് ഞങ്ങള് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. പക്ഷെ ലിയാമുണ്ടല്ലോ നടക്കാൻ പഠിച്ചതിന് ശേഷം ഒരു രക്ഷയല്ല, ഓടി തിമിർക്കാണ്. നമുക്കാണെങ്കിൽ പേടിയാണ്. ഒന്നാമത് ഈ വഴി കൂടെ ഒക്കെ നടക്കുമ്പോഴേ ഇന്നലെ ടൂറ് പ്രമാണിച്ചിട്ട് ഇതാ മുടി വെട്ടിട്ട് വന്ന് കണ്ടില്ലേ? ഇത് ഉമ്മാന്റെ വക. ഉമ്മാക്ക് ലൈൻ വേണം നിർബന്ധം. വാശി പിടിക്കല്ലോടോ. ഒരു ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ. അടുത്ത വീഴ്ചക്കളുണ്ട്. അപ്പം നമ്മൾ പോകുന്ന ഒട്ടുമിക്ക നല്ല നല്ല ഏരിയകളും കവർ ചെയ്യുന്നതാണ്. എനിക്ക് പറയുന്നില്ലേ, ഞാൻ ഭയങ്കര സാഹിത്യമാവുണ്ട്, ഓവറാവുണ്ട്. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഒരുവിധം സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് കാണിക്കാം. എന്തായാലും നല്ല വിശപ്പുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ കാരണം തന്നെ ഒരു ടീ എങ്കിലും കുടിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ ഷോപ്പിൽ കയറിയിട്ടേ ലേറ്റായിട്ട് ടീ കുടിക്കാം. അങ്ങനെ ലഘുവായിട്ടൊരു ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകേണ്ട സ്പോട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഇടയ്ക്ക് എത്താൻ പറ്റുമോ അവിടേക്ക് എത്തിപ്പെടാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാനിൽ. ഏകദേശം കൂടല്ലൂർ ഭാഗത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും എന്നാൽ ഒരു 8ന്റെ പണി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ശാസ്താപുരി ഹോട്ടലിലാണ് കൂടല്ലൂർ അല്ലേ? നമ്മളിവിടെ ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ പ്ലഗ് ഷെയറിൽ നോക്കിയപ്പോഴേ എവിടെയും ചാർജിങ് സ്റ്റേഷൻ കാണാനില്ല. ഞങ്ങളൊരു പ്ലാനിങ്ങിലാണ് വന്നത്, പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു എത്ര കിലോമീറ്റർ കിട്ടും? 98% നമ്മൾ നിലമ്പൂരിൽ നിന്ന് ചാർജ് ചെയ്തു. ഇവിടെ എത്തുമ്പോൾ എത്ര കിലോമീറ്റർ ആയി? നമുക്ക് കിലോമീറ്റർ എത്ര വന്നു? 50 കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 48% കഴിഞ്ഞു. കാരണം ഫുള്ള് കയറ്റാണ്, ഹില്ലേരിയല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ചാർജ് ചെയ്യാതെ നമുക്ക് ഊട്ടി ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. പെട്ടുപോകും, പ്രത്യേകിച്ച് ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ. ഈ ടിയാഗോ കസ്റ്റമേഴ്സിനോട് കണ്ട പ്രത്യേകം പറയുള്ളൂ. ടിയാഗോ കസ്റ്റമേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ ഗൂഡല്ലൂർ എത്താണെങ്കിൽ ഈ ശാസ്താപുരി എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഫ്രണ്ടിൽ തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. EV Forever അതാണ് ആപ്പ് കേട്ടോ. അതാണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ എത്ര എമൗണ്ട് ആണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ വേറെ കുറേ വണ്ടികൾ, അതായത് EV അല്ലാത്ത വണ്ടികൾ അതിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ടൈം ഒന്ന് ടാലിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ഓക്കെ മാത്രം, അല്ലാണ്ട് വിശന്നിട്ടല്ല കേട്ടാ. തീരെ വിശപ്പില്ലാതെ നമുക്ക് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ടാലിയാക്കാൻ വേണ്ടി. സെമിലാസി
അവൻ്റെ കടയുണ്ടാവും ശരിക്കും ഇതിന് തിന്നാം. ആ ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മറിക്കാട്ടാ. നമുക്ക് കിട്ടിയ 8ന്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ EV ചാർജിങ് സ്റ്റേഷനിൽ 2 സ്ലോട്ട് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു സ്ലോട്ടേ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല നമ്മൾ തൊട്ട് മുമ്പിൽ കിടന്നിരുന്ന ഒരു XUV അവരെ 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പ്ലഗ് ഇൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ 1 അവറോളം വെയിറ്റ് ചെയ്യണം ഇവരെ ചാർജിങ് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു 8ന്റെ പണി തന്നെയാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. കണ്ടില്ല ഗൈസ്, ഞങ്ങൾ ഇവിടെ അന്തം വിട്ടിരിക്കുന്നത്. ഷെമിക്കൊക്കെ ചൂടായിട്ടൊരു വിധമായിക്കണ്. ഇതാ ഒന്നുമല്ല, ചാർജ് ചെയ്യാൻ എത്ര ടൈമായെന്നറിയോ, 2 മണിക്കൂറായി. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ കോള് വന്നു. ഒഫീഷ്യൽ കോള് വന്നപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, ഒഫീഷ്യൽ കോൾ എടുക്കാൻ പാടില്ല എന്നാണ് പത്നി പറയുന്നത്. കണ്ടാ ഷെമി, ആ ഗർജന നമുക്കൊന്ന് കാണിച്ചേ. ചുമ വന്ന് ഗർജിച്ചപ്പോൾ ഞാൻ. അതുപോലെ നമ്മളെ പുതിയാപ്പിള കണ്ട പോസ്റ്റായി, മക്കളെ പോസ്റ്റായി. ഇങ്ങനെ വിചാരിച്ചില്ല ഒരു ഊട്ടി ട്രിപ്പ്. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഇന്ന് മൂഡ് ഓഫ് ആയിട്ടുണ്ടോ, അതോ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അതെന്താ ഹാപ്പി ഇല്ല, തനക്കത് ഹാപ്പി ആയാലും. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇൻഷാല്ലാ ഇനിയിപ്പോ നമ്മൾ എപ്പോഴാണ് അവിടെ എത്താന്നൊരു പിടുത്തില്ല. രാവിലെ മറ്റേ കല്ലുമഴ മഞ്ഞുമഴ എന്തൊക്കെയാ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇതിന്റെ പൊന്നുമോന് വണ്ടിന്ന് കാണിക്കണോ? ഒന്നും പറയണ്ട, തോറ്റുപോയി ഞാൻ. അങ്ങനെ ഗതികെട്ട് ഇതിനുള്ളിൽ ഇരുന്ന് മടുത്തിട്ട് ഞങ്ങൾ ഓറഞ്ച് കഴിക്കാണ് ഗൈസ്. കണ്ടോ, ആ വരെ കാണിച്ച് കഴിക്കണണ്ടില്ല. എന്ത് ചെയ്യും ഗൈസ്? അതെ, നിന്നെ പോലെ തന്നെ ഓളെ പുതിയ ആപ്പിളക്കും കോള് വരുന്നുണ്ട്. അത് ഓൾക്ക് പിടിച്ചിട്ടില്ല. ഞാൻ അപ്ലോഡ് ചെയ്യും. ലിപ്സ്റ്റിക്ക് പോയതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളെ കല്യാണം കഴിഞ്ഞാണ്, ഞാൻ ആര് നോക്കാൻ ഞങ്ങളെ അങ്ങനെ പറയരുത് ഗൈസ്. ഒരു വിധത്തിൽ ചാർജ് കഴിഞ്ഞിട്ട് ഇപ്പൊ നേരെ നമ്മുടെ തേക്കും കാടുകളിലോട്ടാണ് നമ്മൾ കയറിയിട്ടുള്ളത്. കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഇത് പൈൻമരമാണ് ഗൈസ്. പൈൻമരമാണെങ്കിൽ എന്താ, പൈൻമരത്തിന് ഞാൻ തേക്കുമരം എന്ന് പറഞ്ഞപ്പോ പൈൻമരത്തിന് എന്തൊരു ഇല്ല അങ്ങനെ വരാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. എഞ്ചിനീയറാണ് പോലും, എഞ്ചിനീയർ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ അയക്കണം. അവിടെ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലേ. ഓക്കെ, അപ്പൊ ഷെമിയുടെ ലിപ്സ്റ്റിക് ഇടലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ തിരിക്കാണ്. ലിപ്സ്റ്റിക് ഇടണ്ടാ, ഒരു കട്ട ലെവലാണ് പോകുന്നത്. അപ്പൊ ഒരാളത് വേറെ ആളുണ്ട് കേട്ടോ. ഇതാ ഓളെ ലിപ്സ്റ്റിക് 1 മണിക്കൂർ മുമ്പേ കഴിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, 1 മണിക്കൂർ നേരത്തെ. ഞങ്ങളിതാ കിലോമീറ്ററുകൾ നോക്കി, ഞങ്ങളിതാ ഈ കാറിന്റെ റേഞ്ച് കണക്കാക്കി ഇനി എത്ര കിലോമീറ്റർ അങ്ങോട്ട് പോകുന്നൊക്കെ നോക്കി ഇങ്ങനെ പേടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടിയാഗോ EV ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള എന്നാ പോട്ടെ, ഞാൻ നോർമൽ ആയിട്ടാ പിണ്ണത്തൈലം പോയായിരുന്നു. അപ്പൊ ടിയാഗോ EV ഉള്ള ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് വരുമ്പോഴ് ഒരു കറക്റ്റ് കാൽക്കുലേഷൻ ഇല്ലെങ്കിൽ മൂഞ്ചും കേട്ടോ. അല്ല അങ്ങനത്തെ ഒരൊറ്റ പാട്ടിട്ടെ ഞാൻ താഴ്ത്തന്നല്ലേ. ഗുജറാത്തി കാൽ തല കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബി ലഞ്ചി കൊഞ്ചി, ബാക്കി ലിറിക്സ് അറിയില്ലല്ലോ. ലിറിക്സ് തെറ്റി, അറിയാവുന്ന ഇതിൽ ലിറിക്സ് വെച്ച് ഹായ് ഗൈസ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ഓക്കേ, ലിയാമെ നോക്കടാ, ഇതാ ലിയാമെ നമ്മുടെ ഫ്രണ്ട്സ്. ടാറ്റ കൊടുക്ക് ലിയാമെ, കിസ് കൊടുക്കൂലെന്നൊക്കെ. ടാറ്റ കൊടുക്ക് ലിയാമെ, ടാറ്റ കൊടുത്തടാ, ടാറ്റ കൊടുക്കടാ, ടാറ്റ കൊടുത്തേ. ലിയാമ വൻ കളിട്ടാ. ലിയാമിന്റെ സ്നഗ്ഗി വല്ലോ ഇതിൽ ഊരിട്ടുണ്ടോ? ഒരു പ്രത്യേക മണം വരുന്നു.
ഉണ്ടോ നോക്കട്ടെ. കണ്ടില്ല ഗൈസ്, ഇവൾ സ്നാക്കി പോയിട്ട് നമ്മളെ ഓടിപ്പിക്കാനുള്ള പരിപാടിയാണ്. സ്നാക്കി നടക്കുന്നുണ്ട് തന്നെ തന്നെ. ഇല്ല എനിക്കില്ലേ ഉണ്ട് കണ്ടോ ചെറുതായിട്ട് കണ്ടോ. നമ്മളിപ്പോ ഇവിടെ പുറത്തിരാതെ എന്താന്ന് വെച്ചാൽ നാട്ടിലൊക്കെ നടി കിട്ടുന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, പരിസ്ഥിതി മലിനീകരണം കൊണ്ടല്ലോ എന്നൊക്കെ. ഓക്കെ, നമ്മളിവിടെ ഇടുന്നില്ല കേട്ടോ സ്നഗ്ഗി. എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള സ്നഗ്ഗി ഒക്കെ നാട്ടിൽ കൊണ്ടുപോയിട്ട് തന്നെ ഇടുക. സ്നഗ്ഗി ക്യാമ്പയിൻ തുടങ്ങിക്കോ. ഷാദിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇല്ലേ? ഭാവിയിലാവോലോ അല്ലേ? നാണായി ഭാവിയിലാവോലോ നാണായി. ഓക്കെ, അപ്പൊ ഇവിടുന്ന് മൂവ് ചെയ്യാം കേട്ടോ. കൊരങ്ങനെ അടിക്കല്ലേ ആമേ, ആ കൊരങ്ങ് പേടിച്ചു പോവും. കൊരങ്ങ് വരെ നെറ്റിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് പൊളി വ്യൂ ഇതാട്ടാ, ഒരു രക്ഷയില്ല. നല്ല മഞ്ഞുണ്ട്, അതുപോലെ തണുപ്പ്, അടിപൊളി ക്ലൈമറ്റാണ്. ഷെമിയെ എന്താ പാട്, തണുക്കുന്നുണ്ടോ? ആണോ? എന്നാ എന്തേലും ഒരു സാഹിത്യം പറയൂ. ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് അതൊക്കെ ഈ പറയണ്ടേ? പറയും. ഉള്ളി നേരത്തെ ഗൈസ് പറയും. എന്താ പറയാനുള്ളത്? എന്തെങ്കിലൊക്കെ പറയും. ഇളം കാറ്റിൽ തേങ്ങാക്കുണ്ടോ എന്തെങ്കിലുമൊക്കെ പറയും. എവിടെ കിട്ടും കമ്പം? എന്നാ കമോൺ, കമ്പത്തിലോട്ട്. അയ്യോ എന്റെ കുട്ടാപ്പിന്റെ അടുക്ക് ഒരാള് കാറിലുണ്ട് കേട്ടാ. അയാളെയും കൂടി പൊക്കാനുണ്ട്. ബോസ് എടുക്കില്ല. ഞാൻ വിചാരിച്ച സ്നേഹപ്രകടനാണ്. എന്താ പുക പോയി? ഞാൻ നോക്കട്ടെ. പുക ഒന്നും പോകില്ലല്ലോ. എവിടെ പോകാം? പുക വിടെ? പുക മാത്രം വിട്ടാ മതി. അതെ, തണുക്കുന്നു ഗൈസ്. ഊട്ടിയിൽ നല്ല മഞ്ഞ് വീണതിന് പകരം ആ മഞ്ഞുണ്ടല്ലോ അല്ലെ, കോടല്ലേ? അതാണ് എന്താ ഇവിടെ നോക്കി, ആ ഒരു ഏരിയ നോക്കി നല്ല കോടം കിട്ടാ. അതൊക്കെ സംഭവം സെറ്റാ. ഈ ടൈമില് ഇത് ഇങ്ങോട്ട് വരാൻ പറ്റിയ ടൈമാ അല്ലേ? ഇങ്ങോട്ട് വരാൻ പറ്റിയ ടൈമാ. ഏത് വെക്കില്ല ഞാൻ കാണിച്ചു ഇതല്ലേ? എന്റെ മോന് വണ്ടി കെട്ടാൻ പോകുന്നു. സെറ്റ്. അപ്പൊ വരാനുള്ളവരൊക്കെ ഉണ്ട് പോരുട്ടാ. ഈ ഡിസംബർ അവസാനൊക്കെ ആവുമ്പത്തിന് പോരും. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മളെന്താ പരിപാടി എന്നറിയോ? അന്തം വിട്ടിങ്ങനെ നിക്കാം. അതുകൂടാതെ തന്നെ മഴ, മഞ്ഞ്, കാറ്റ് കേൾക്കുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ ആ ക്ലിപ്പല്ല രസം. അപ്പം നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു. ഇവിടെ 5 ലിറ്ററിൻ്റെ വെള്ളം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അവളെ പൂതി പോലെ കമ്പം മേടിച്ച് പോകണം. അപ്പോൾ 5 ലിറ്ററിൻ്റെ വെള്ളത്തിന് നമുക്ക് ഇവിടെ 100 റുപ്പീസ് ആണ് വരുന്നത്. ഇവിടെ 1 ലിറ്റർ കിട്ടില്ല, കാരണം പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം കാരണം. അതെ, അതുപോലെ പ്രത്യേക കാര്യം എയർടെല്, അതുപോലെ വേറെ VI, ഇതൊന്നും ജിയോ, ഇതൊന്നും ഇവിടെ കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. പിന്നെ കയ്യിൽ കുറച്ച് ചില്ലറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരും. ഞങ്ങളതിപ്പോൾ കുടുങ്ങി. അവസാനം ഒപ്പിച്ചിട്ടാ അല്ലേ ഷെമിയിലോ? ഷെമി
കുട്ടിയുടെ സ്നെഗ് ഒരു ടപ്പി ഒന്ന് വൃത്തിയായിക്കോളും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് വരാം. രണ്ടുപേര് വേണം. ആ ഗന്ധം ഇങ്ങോട്ട് വരെ എടുക്കുന്നോ? എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ടാ. ഹായ് ഗൈസ്, ലിയാം ചെറുതായിട്ടൊന്ന് അപ്പിയിട്ടു. ആകെ പ്രശ്നമായി. ശിശു അപ്പി എന്താണ് പുണ്യം? എന്നാ കേൾക്കോ ഗൈസ്, എല്ലാരും കണ്ടോളൂ. ഇതാണ് പ്ലേസ്. ഇവിടെ ഷെമി ഇതിന് നമുക്ക് മറ്റേ വോയിസ് ഇടാ. അച്ഛ ഇനി കണ്ണീരൊന്നും വേണ്ട അച്ഛൻ. ഇരുന്ന ചെറുച്ച ഒരു 2 കൊല്ലം. കുട്ടികളുടെ പാമ്പേഴ്സ് മാറ്റുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ഇഷ്ടമാണോ പാമ്പേഴ്സ് മാറ്റാൻ? മാറ്റുന്നത് നല്ലതാണ്. ഊട്ടി കേട്ടിട്ടുണ്ടോ നീ? സ്നേഹം ഗൈസ്, സ്നേഹം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ പൈക്കര ഡാം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ മൂത്രമൊഴിക്കാൻ വന്നു. സ്റ്റാൻഡേർഡ് കാലല്ലേ, ഒന്നിന് പോകണം. 2 ആണോ 1 ആണോ? 1. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടില്ലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഹോട്ടൽ ഏതെങ്കിലും തപ്പിയിട്ട് അവിടെ പോയിട്ട് വേണം കാര്യം സാധിക്കാൻ വേണ്ടി.